നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കൊച്ചി കടവന്ത്ര പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, വർഗീയ അധിക്ഷേപം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമ്മ സംഘടനയുടെ ഓഫീസിൽ വെച്ച് ടിനി ടോം തനിക്കെതിരെ നിരന്തരം വ്യക്തിഹത്യയും വർഗീയ അധിക്ഷേപങ്ങളും നടത്തിയെന്നാണ് അൻസിബയുടെ പരാതി. തനിക്കെതിരെ ജിഹാദി എന്ന പദം ഉപയോഗിച്ചതായും ഡബിൾ ഡാഡി സിൻഡ്രോം, DNA പ്രശ്നം തുടങ്ങിയ മോശം വാക്കുകൾ പറഞ്ഞ് അധിക്ഷേപിച്ചതായും അൻസിബ ആരോപിച്ചിരുന്നു. കൂടാതെ ടിനി ടോമിന്റെ ഡ്രൈവറെ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും ഉണ്ടായതായി പരാതിയിൽ പറയുന്നു. ഈ വിഷയത്തിൽ ജൂൺ 1 അൻസിബ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കടവന്ത്ര പോലീസ് ഈ പരാമർശങ്ങൾ തമാശയായി പറഞ്ഞതാണെന്നും ഇതിൽ ക്രിമിനൽ ഗൂഢാലോചനയോ തെളിവുകളോ ഇല്ല എന്നും കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. പോലീസ് നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച അൻസിബ ഡിജിറ്റൽ തെളിവുകൾ സഹിതം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. പോലീസ് നൽകിയ റിപ്പോർട്ട് അപൂർണമാണെന്ന് വ്യക്തമാക്കിയ കോടതി ടിനി ടോമിനെതിരെ വ്യക്തമായ ക്രിമിനൽ കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കുകയും ഉടനടി കേസെടുത്ത് അന്വേഷണം നടത്താൻ കടവന്ത്ര പോലീസിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ടിനി ടോമിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സെക്ഷൻ 74 and 75 IV സ്ത്രീത്വത്തെ അപമാനിക്കലും ലൈംഗികാധിക്ഷേപവും, സെക്ഷൻ 79 സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തികൾ, സെക്ഷൻ 299 and 302 മതവികാരം വ്രണപ്പെടുത്തലും വർഗീയ അധിക്ഷേപവും, കേരള പോലീസ് ആക്ട് സെക്ഷൻ 119A സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം. കേസിൽ നടിമാരായ നീന കുറുപ്പ്, ശ്വേത മേനോൻ എന്നിവരുടെ മൊഴികളും നിർണായകമായിട്ടുണ്ട്. കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ പോലീസ് ഔദ്യോഗികമായി FIR രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്.